തീർച്ചയായും പ്രധാനമന്ത്രി ഏതാണ്ട് 11-12 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ സന്ദർശനത്തിൽ ഉണ്ടായേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഒപ്പം മുഖ്യമന്ത്രിയും ഗവർണറും ചേർത്താണ് പ്രധാനമന്ത്രി അവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെലികോപ്റ്റർ മാർഗം ഇവിടെ വയനാട്ടിലേക്ക് വരും, വയനാട്ടിലെ മേഖലകൾ സന്ദർശിക്കും. MG മിഥുൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുന്, എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. നമുക്ക് ഓരോ മേഖലയിലും അതീവ സുരക്ഷിതത്വമായ സംവിധാനങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ ഇവിടെ അനൗൺസ്മെന്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അനൗൺസ്മെന്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിന്ന് വാഹനങ്ങൾ മേപ്പാടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി അവിടെ എത്തിയേക്കാമെന്നുള്ള സൂചനകൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ഓരോ മേഖലയിലും കനത്ത സുരക്ഷയാണ്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ട്? പൂർണ്ണമായും ഈ പ്രദേശം ഒരു SBGയുടെ നിയന്ത്രണത്തിലായോ? രഞ്ജിത്ത്, തീർച്ചയായും ഏകദേശം 11:45 അദ്ദേഹം ഇവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും പോലീസ് വലയത്തിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളെല്ലാം ഉള്ളത്. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ SPG സുരക്ഷാ സേനയുടെയൊക്കെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ്. അല്പസമയത്തിന് മുമ്പ് ട്രയൽ റണ്ണ് നടത്തിയിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി വന്ന് ഹെലികോപ്റ്ററിൽ വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക വാഹനം, അത് ഏത് തരത്തിലാണ് പോകേണ്ടത്, എങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ചു വരികയായിരുന്നു. തൊട്ട് സമീപത്തുള്ള ആ ഗേറ്റ് വഴിയാണ് പുറത്തേക്കാണ് പ്രധാനമന്ത്രിയും സംഘവും പോവുക. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ പറയുന്ന മാനന്തവാടി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ മേപ്പാടിയിലേക്ക് പോകുന്ന പ്രദേശങ്ങൾ അവിടെയെല്ലാം തന്നെ പൂർണ്ണമായും പോലീസ് വലയത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സമീപത്തുള്ള ഈ റോഡിന്റെ ഇരു സൈഡുകളിലും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു 10 മണിയോടുകൂടി ഇവിടുത്തെ ഗതാഗതത്തിന് ഒരു നിയന്ത്രണം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടില്ല. കൽപ്പറ്റ ടൗണിൽ നിന്ന് ഈ മേപ്പാടിയിലേക്ക് പോകുന്ന ഭാഗം മേപ്പാടി മുതൽ കൽപ്പറ്റ ടൗൺ അതുവഴി ഈ പറയുന്ന മൈസൂരിലേക്ക് പോകുന്ന ഈ ഭാഗങ്ങൾ ഈ SKMJ ഗ്രൗണ്ടിന് ഇപ്പുറം വരെ പൂർണ്ണമായും പോലീസ് വലയത്തിലായിരിക്കും. അവിടെ നിന്ന് അതിനപ്പുറത്തേക്ക് മാത്രമേ ആളുകളെ കയറ്റിവിടൂ. ഒപ്പം തന്നെ ആ സമയത്ത് പ്രധാനമന്ത്രി വന്നിറങ്ങിയതിനു ശേഷം തിരികെ മടങ്ങുന്നത് വരെ ഇവിടെ വലിയ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വെയിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ രാവിലെ ചെറിയ മൂടിയ അന്തരീക്ഷമായിരിക്കും, മേഘാവൃതമായിരിക്കും എങ്കിൽ പോലും തന്നെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ തന്നെ നല്ല വെയിലുണ്ടാകാറാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് വയനാട്ടിൽ കണ്ടുവരുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്നു. 8 അടുക്കുന്നു. ഈ സമയത്ത് തന്നെ ഇപ്പോൾ നല്ല വെയിലുണ്ട് ഈ പ്രദേശത്തൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരാനാണ് സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തും. അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം ഈ ഒരു വിംസ് ഹോസ്പിറ്റലിലേക്കും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുള്ള മേപ്പാടിയിലേക്കും അദ്ദേഹം പോവുകയും ചെയ്യും. കൂടാതെ വ്യോമ നിരീക്ഷണം അദ്ദേഹം നടത്തും. ഈ ഒരു ദുരന്ത ബാധിത മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയുണ്ട് എങ്കിൽ മാത്രമേ ഈ ഷെഡ്യൂളിൽ മാറ്റം വരികയുള്ളൂ. എന്തായാലും അദ്ദേഹം അവിടെ നേരിട്ടെത്തി അവിടുത്തെ ദുരിതബാധിതമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തും. അതിനുശേഷം അവരുടെ വിഷമങ്ങളും ഒപ്പം തന്നെ അവർക്ക് പറ്റിയ കാര്യങ്ങളും അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി അടക്കം അവർ കൃത്യമായി പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിനൊപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെലികോപ്റ്റർ മാർഗം ഈ വ്യോമ നിരീക്ഷണം നടത്തുമ്പോഴും മുഖ്യമന്ത്രിയും ഗവർണറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ആ ഹെലികോപ്റ്ററിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം നേരിട്ട് ഇത് കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കടന്നുവരവ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലെ ജനത നേരിട്ടത്. അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴും തെരച്ചിൽ നടത്തിയാണ്. 133 ഔദ്യോഗിക സർക്കാരിന്റെ കണക്ക് പ്രകാരം 133 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള വിഷമകരമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണമൊക്കെ നമ്മൾ നേരത്തെ കേട്ടത് തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും സമാനതകളില്ലാത്ത ദുരന്തം അദ്ദേഹം നേരിട്ട് കാണാൻ പോവുകയാണ്. ഇതിന് നമുക്ക് കരകയറുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ. കേരളത്തെ കൊണ്ട് ഒറ്റയ്ക്ക്, അതായത് കേരളത്തിലെ ജനതകൾ എല്ലാം തന്നെ ഒന്നടങ്കം ഈ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നുണ്ട്. കാരണം അതിന്റെ ഒരു അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അതായത് ഈ സമീപത്തുള്ള ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒപ്പം തന്നെ ഈ ഒരു കളക്ഷൻ സെന്ററുകളിൽ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു
കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അത്രത്തോളം സാധനങ്ങൾ ഇനി ഇവിടേക്ക് സാധനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് അയക്കണ്ട എന്ന് കളക്ടറെ കൊണ്ടും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടും പറയിക്കുന്ന തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സഹായഹസ്തമായിരുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നീട്ടി നൽകിയത്. ഒപ്പം തന്നെ സമീപത്തെ നമ്മുടെ കേരളത്തിലെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവർക്ക് വീട് വെച്ച് നൽകുക എന്നടക്കമുള്ള പുനരധിവാസം എന്ന പ്രധാനപ്പെട്ട കടമ നമുക്ക് മുന്നിലുണ്ട്. അതിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഡാൻ കുര്യനുണ്ട്, എസ് വിനേഷ് കുമാറുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ ഓരോ മേഖലയിലും വയനാടിന്റെ ഓരോ മേഖലയിലും പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ട്.